നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേടം രാശി അശ്വതി, ഭരണി, കാർത്തികക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് വലിയ ഭാഗ്യം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. ഭാഗ്യം കൊണ്ട് തന്നെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. യാത്രകൾ ഗുണകരമായിട്ട് മാറാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഔദ്യോഗിക യാത്രകളെല്ലാം ആവശ്യമായി വരാനുള്ള യോഗം കാണുന്നുണ്ട്. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ പഴയ വാഹനം മാറ്റി പുതിയതാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ വലിയ വാഹനത്തിലേക്ക് മാറണമെന്നൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കെല്ലാം ഇന്നത്തെ ദിവസം അത്തരം കാര്യങ്ങൾക്ക് ശ്രമിച്ചാൽ നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. ഇടവൻ രാശി കാർത്തിക, മുക്കാല്, രോഹിണി, മകീരം, അര ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര ഗുണകരമല്ല. പൊതുവെ ദൈവാധീനം കുറഞ്ഞ കാലം, കണ്ടകശനി, അതുകൂടാതെ ചന്ദ്രൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ദിവസം ഒരു കാര്യം ചെയ്യാതിരിക്കുക. എല്ലാ കാര്യങ്ങളും ഒരു മന്ദഗതിയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തുടർന്നോട്ടെ എന്ന് കരുതിക്കൊണ്ടിരിക്കുക. ഒരു പുതിയ കാര്യവും ചെയ്യാതിരിക്കുക. റിസ്ക്കുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക. അപവാദം, ആരോപണങ്ങളൊക്കെ കേൾക്കാനിടയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. യാത്രകളൊന്നും ചെയ്യാതിരിക്കുക. ഒരു കാര്യവും ചെയ്യാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രാർത്ഥനകളും വഴിപാടുകളും ആരാധനാലയ ദർശനമൊക്കെ ആയിട്ട് കഴിച്ചു കൂട്ടാൻ സാധിച്ചാൽ ഇന്നത്തെ ദിവസം വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. മിഥുന രാശി മകീര, അര, തിരുവാതിര, പുണർദം, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് വലിയ നേട്ടങ്ങളെല്ലാം ഉണ്ടാകുന്നൊരു ദിവസമാണ്. എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് മാറുന്നൊരു സന്തോഷകരമായിട്ടുള്ള ദിവസം തന്നെയാണ്. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. പഠന കാര്യങ്ങളിലെല്ലാം നേട്ടം കൈവരിക്കാൻ സാധിക്കും. ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും. ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയിപ്പിക്കാനും യോഗമുള്ളൊരു ദിവസമാണ്. കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായിരിക്കും. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ സഹായം ലഭിക്കാൻ യോഗം കാണുന്നുണ്ട്. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരാനും അല്ലെങ്കിൽ കുടുംബ സ്വത്ത് കൈവശം വന്നു ചേരാനൊക്കെ യോഗമുള്ളൊരു ദിവസമാണ്. കർക്കിടക രാശി പുണർദം, കാല്, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് അത്ര നല്ലതോ അല്ലെങ്കിൽ അത്ര മോശമോ അല്ലാത്ത ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെല്ലാം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. മനക്ലേശവും ടെൻഷനും ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളും എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യകാര്യത്തിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. ശത്രുക്കളുടെ ഉപദ്രവത്തിനെല്ലാം കരുതലോടെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. തൊഴിൽ രംഗത്ത് കൂടുതൽ അധ്വാനം ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരാം. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് പ്രവർത്തിക്കേണ്ടി വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പങ്കാളികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ അവരിൽ നിന്നുള്ള എതിർപ്പുകളോ ഒക്കെ നേരിടേണ്ടി വരാനും സാധ്യതയുള്ള ഒരു സമയമാണ്. ചിങ്ങരാശി മകം, പൂരം, ഉത്രത്തിൽ, കാല് ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഈശ്വരാധീനമുള്ള ഒരു സമയമാണ്. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. പ്രതീക്ഷിക്കുന്ന പോലെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാനും സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനൊക്കെ യോഗം കാണുന്നുണ്ട്. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. പുതിയ ജോലി തേടുന്നവർക്ക് അത് കിട്ടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. സ്ഥാനക്കയറ്റവും സാമ്പത്തിക പുരോഗതിയൊക്കെ കൈവരിക്കാൻ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ബന്ധുക്കളെ സന്ദർശിക്കാനോ അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്ന് ചില സമ്മാനങ്ങളൊക്കെ ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. കന്നിരാശി ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര, ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. വീട് നിർമ്മാണമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കാവുന്ന സാഹചര്യങ്ങളിലേക്ക് വരുന്നൊരു സമയം തന്നെയാണ്. യാത്രകൾ കൊണ്ടും പല നേട്ടങ്ങളും ഉണ്ടാകും. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഒക്കെ നിലനിൽക്കുന്നൊരു ദിവസമാണ്. തുലാം രാശി ചിത്തിര, ചോതി, വിശാഖം, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളും ഈശ്വരാധീനം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ദൈവാധീനം വളരെയധികം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ കലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അവരുടെ മേഖലയിൽ കൂടുതൽ ശോഭിക്കാനും ബഹുമതികളും അംഗീകാരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. വൃശ്ചികരാശി വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഇന്നത്തെ ദിവസം ഗുണകരമാണ്. ലേഖകന്മാർക്കും സാഹിത്യകാരന്മാർക്കൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നേടാനും അല്ലെങ്കിൽ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനെല്ലാം അവസരം ലഭിക്കാനെല്ലാം സാധ്യത കാണുന്നുണ്ട്. ധനപരമായ ഇടപാടുകളെല്ലാം ലാഭകരമായി മാറുന്നതാണ്. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടത്തിൽ, കാല് ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലെല്ലാം പങ്കെടുക്കാനുള്ള യോഗം കാണുന്നുണ്ട്. കുടുംബത്തിൽ തന്നെ ഒരു മംഗളകർമ്മം നടക്കാൻ യോഗമുള്ളൊരു സമയമാണ്. ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. കലാകാരന്മാർക്കൊക്കെ
അവരുടെ മേഖലയിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ ലാഭകരമായിട്ട് മാറുന്ന ഒരു ദിവസമാണ്. മകരരാശി ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമര ഈ നക്ഷത്രക്കാർ വിദേശ പര്യടനത്തിന് അല്ലെങ്കിൽ വിദേശ യാത്രയ്ക്കൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാനൊക്കെ സാധിക്കും. വിചാരിക്കാത്തടത്തുനിന്ന് പോലും പല സഹായങ്ങളെല്ലാം ലഭിക്കാൻ സാധ്യതയുണ്ട്. അന്യരിൽ നിന്ന് പോലും പല സഹായങ്ങൾ, നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരിൽ നിന്ന് പോലും പല സഹായങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുംഭം രാശി അവിട്ടാര, ചതയം, പൂറ്റാതി, മുക്കാൽ ഈ നക്ഷത്രക്കാർ ഒരുപാട് ദിവസങ്ങളായിട്ട് പരിശ്രമിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് നേടിയെടുക്കാൻ സാധിക്കും. സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും ഇന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പം നടക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. ഭാഗ്യം അനുകൂലമായിട്ടുള്ളൊരു കാലമാണ്. ചന്ദ്രൻ 11 നിൽക്കുന്നതാണ്, സർവാഭിഷ്ട സ്ഥാനം. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലമായിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ പോലും അല്ലെങ്കിൽ കുറേ ദിവസങ്ങളായിട്ട് പരിശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം വളരെ എളുപ്പം നേടിയെടുക്കാൻ സാധിക്കും. വരുമാന വർധനവിനെല്ലാം യോഗമുള്ളൊരു ദിവസമാണ്. ഇന്നലെ വരെ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളെല്ലാം ഇന്ന് ഒന്നുകൂടി ശ്രമിക്കാനായിട്ട് തയ്യാറാവുക. ആ കാര്യങ്ങളിലെല്ലാം നേട്ടം കൈവരിക്കാൻ സാധിക്കും. മീനൻ രാശി പൂരാതി, കാല്, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് തൊഴിൽ മേഖലയിൽ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ബിസിനസ് വിപുലീകരിക്കാനോ പുതിയ ബിസിനസ് തുടങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലെല്ലാം നേട്ടം കൈവരിക്കാൻ സാധിക്കും. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കളെ സന്ദർശിക്കാനോ ബന്ധുക്കൾ നമ്മളുടെ വീട്ടിലേക്ക് സന്ദർശനത്തിന് വരാനോ ഒക്കെ സാധ്യത ഉള്ള ഒരു ദിവസമാണ്.